സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇപ്പോൾ ഓൾറെഡി മച്ചാമാരെ നമ്മൾ ഇന്നലെ നമ്മുടെ ബിഗ് ടൈം കിട്ടിയത് ബിഗ് ടൈം കിട്ടിയത് നമ്മുടെ ബെക്കാമിന് വെച്ചിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ടീമായിട്ട് വീണ്ടും നമ്മൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഗൈസ് നമ്മുടെ ക്യാമവിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പോയിന്റിൽ. അപ്പോൾ നിങ്ങളാരും എടുത്തവരുണ്ടെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ ഓപ്പോണൻറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഡിവിഷൻ മാച്ചിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഓപ്പോണൻറ്റ് എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ ഓപ്പോണൻറ്റ് എന്താ പറയുക സ്ക്വാഡ് എങ്ങനെയുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഇന്നും നമ്മുടെ ബെക്കാം ഉണ്ട് ഗൈസ്. അപ്പോൾ ഓൾറെഡി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും നമ്മുടെ സിദാൻ, അതുപോലെ തന്നെ ചിലപ്പോൾ റയലൊക്കെ ലൈസൻസ് മേടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ ഇതാണ് നമ്മുടെ ഓപ്പണർ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൈസ് ലാംബാർഡ്. അപ്പോൾ ഗൈസ് അടുത്തൊരു ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ന്യൂനസ് ഉണ്ട്, റാഫിൻ്റെ ഉണ്ട്, പിന്നെ നമ്മുടെ നോമിനേറ്റിംഗ് പെട്രിയാണ്. ഇത് നല്ലൊരു കാർഡാണ്. പിന്നെ റൊണാൾഡോൻ്റെ ഒരു കാർഡുണ്ട്, മുസൈലി ഉണ്ട്, യമാൻ ഉണ്ട് ഗൈസ്. ഓൾറെഡി മച്ചാമാരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. കാരണം മിക്ക സ്പെയിനിൻ്റെ യമാൻ ഉണ്ടല്ലോ, സ്പെയിനിനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ യമാൻ അത്യാവശ്യം നല്ല കിടലും കാർഡാണ്, ബ്ലിറ്റ്സ് ഒക്കെ അടിക്കാൻ പറ്റുന്ന നല്ല കാർഡാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി വരുന്ന മാച്ചിൽ ഞാൻ എന്തായാലും ഇറക്കും. അപ്പോൾ ഓൾറെഡി ഗൈസ് നമ്മുടെ ഗോളി നമുക്ക് മാറ്റമൊന്നുമില്ല, നമ്മുടെ മാനുവൽ നിയർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗോളിയൊക്കെ ഏതാണ്, നമ്മുടെ ഇതുപോലത്തെ ഗോളിയൊക്കെയാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് കമൻറ്റ് ചെയ്യുക, എങ്ങനെ എടുത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് 2026 അടുത്ത മാസമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റിങ്ങിലാണ്, കാരണം കൊനാമി കുറേ കാര്യങ്ങളൊക്കെ മാറ്റുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മാച്ച് തുടങ്ങാം ഗൈസ്. അപ്പോൾ സുവാരസ് ടു സാബി ടു നമ്മുടെ കാർലോസ് ടു നമ്മുടെ ഡെനിൽസൺ. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾറെഡി റിയൽസൺ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഗൈസ് ആദ്യം തന്നെ അബദ്ധം കാണിച്ചു. സാബി ടു എടാ മിസ്പാസ് എടാ ഫിയോറെ ഗൈസ്. ഈ സ്റ്റീഫനോ ഫിയോറെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ ഇറക്കിയിട്ടില്ല ഇതുവരെ. ഇനി ഒരു ദിവസം ഇറക്കി നോക്കണം ഗൈസ്. അപ്പോൾ ഹാരി കെയിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. ബെക്കാം ടു റോബർട്ടോ കാർലോസ്. എടാ ഗൈസ് ഇത് വലിയ പണിയാവും. എനിക്ക് ഈ തുടക്കത്തിലാണ് മിസ്പാസുകൾ സംഭവിക്കുന്നത് ഗൈസ്. അപ്പം സ്നൈഡർ ഓക്കെ, സുവാരസ് ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മൾ ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ സ്നൈഡർ മെസ്സിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് ഇവന്മാർ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. പെഡ്രി ഗൈസ് ഈ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ദിവസം കുറേ പേര് ചോദിച്ചായിരുന്നു ഡിയോഗ ജോട്ടയുടെ എടാ ഓക്കെ പിടിച്ചു. സ്നൈഡർ ഓക്കെ, ഡെനിൽസൺ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എടാ മിലിറ്റോ ഗൈസ് കുറേ ദിവസമായി നമ്മുടെ റുഡ്രീഗറിനെയൊക്കെ ഇറക്കിയിട്ട്. അപ്പോൾ ഇനിയൊന്ന് ഇറക്കണമെന്നുണ്ട് റുഡ്രീഗറിനെയൊക്കെ. അപ്പോൾ ഗൈസ് വീണ്ടും ബാക്കോട്ട് വിളിച്ചോണ്ട് പോയല്ലോ എംബാപ്പെ ഗൈസ്. എംബാപ്പെ വരുന്നുണ്ട്. CF ഈ സീൻ കാർഡാണ് ഇത്. എംബാപ്പിൻ്റെ ഏത് കാർഡ് നല്ലോണം കളിക്കുന്നുണ്ട്. പൊസിഷനൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതി എന്ന് അറിയില്ല, പക്ഷേ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിരുന്നു. അപ്പോൾ ഗൈസ് ഇപ്പോഴും കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ബട്ടൺ ഓപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതൊക്കെ മാറുന്നതാണ് ഈ ഒരു അപ്ഡേറ്റ് കണ്ട ഗൈസ്. അപ്പോൾ എന്തായാലും ഡെനിൽസൺ എൻ്റെ പൊന്ന് ഗൈസ് ഈ വാൻഡേജിക്ക് ഒന്ന് തകർത്തു ഗൈസ്. കിട്ടുമോടേ എടാ അടിച്ചു കളെ റോബർട്ട് എടേ ഫിയോറെ മെസ്സി ഗൈസ്. ഓൾറെഡി മെസ്സി കാർഡ് എല്ലാം ഫോമിലാട്ടോ. മെസ്സി കാർഡ് എല്ലാം ഏകദേശം ഒക്കെ ഉണ്ട്. എടാ ത്രോ പോയി ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയാൽ ദുബായ് ലീഡിങ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അടിയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് മച്ചാമാരെ ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ്. മെസ്സി ടു സുവാരസ് ഓക്കെ, ഇത് നമുക്ക് അടിക്കണം അടിച്ചിരിക്കും. എടാ മിലിറ്റോ വന്ന് പിടിച്ചടാ, മിലിറ്റോ വന്ന് പിടിച്ചു. മെസ്സി ഫിയോറെ ടു എടാ ബെല്ലിങ്ങൊക്കെ മച്ചാവരുടെ നോക്കട്ടെ. ഫിയോറെന്ന് വെച്ചൊരു ചെക്കൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ബെല്ലിംഗം ടു ഡേൽസൺ ഡിക്സോൺ ഫിയോറെ ഗൈസ്. ഓൾറെഡി നമ്മൾ LBK യൂസ് ചെയ്യുന്നത് നമ്മുടെ റോബർട്ടോ കാർലോസിന് പോസ്റ്റ് കട്ടേനാണ്. അപ്പോൾ ഗൈസ് ഓക്കെ ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അടിച്ചു കളഞ്ഞ സാബി ടു എടാ അതെന്ത് പണിയാണ് കാണിച്ചത് ഗൈസ്. ഇത് പണിയാവോ എടാ ഗൈസ്. ഓൾറെഡി എന്താ അറിയോ ഇവന്മാർക്ക് നല്ല ഓക്കെ ഗോളി എടുത്തു, ചാൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓൾറെഡി അങ്ങോട്ട് നല്ല ഡിഫൻസ് ഉള്ളതുകൊണ്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ സ്ഥിതി നമുക്ക് നോക്കാം. ഓടാ സ്നൈഡർ ഗൈസ് ഫുള്ള് മിസ്പാസ് ആവും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബെല്ലിംഗം ടു നമ്മുടെ സുവാരസ്. എടാ ഇത് ഇനി പിടിക്കണം ഇനി ഒരു ഗോൾ അടിച്ചിട്ട് തന്നെ കാര്യം. മെസ്സി എടേ ഇതിപ്പോൾ ഓപ്പോണൻറ്റ് ഗോൾ അടിക്കുമോ? ഓക്കെ കഫു എടാ ഗൈസ് പണി ഓഫ് സൈഡൊന്നും അല്ല ഗൈസ്. എടാ അപ്പോൾ എംബാപ്പെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണൻറ്റ് വന്ന് അടിച്ചിട്ടുണ്ട് ഒരു ഗോൾ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി ഈ മത്സരം എന്തായാലും നമുക്ക് അടിച്ചേ പറ്റും. എന്തായാലും നമ്മൾ അടിച്ചിരിക്കും. സാബി അലോൺസോ ടു നമ്മുടെ ഡെനിൽസൺ ടു റോബർട്ടോ കാർലോസ് ടു സാബി ടു സ്നൈഡർ ഓക്കെ. ഇവിടുന്ന് ഒരു ഷോട്ട് അടിക്കുക സ്റ്റണ്ണിങ്. മിലിറ്റോ സമ്മതിച്ചില്ല ഗൈസ്, അല്ലെങ്കിൽ അതൊരു പോസ്റ്റിംഗ് കഴിഞ്ഞ് ഞാൻ അടിച്ചേനെ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ടോണി ആഡംസിന് കിട്ടിയിട്ടുണ്ട്. ടോണിന് ഇവിടം വരെ വലിച്ചു കൊണ്ടുവന്നു. ബെല്ലിംഗം ഓക്കെ സ്നൈഡർ ഓക്കെ സുവാരസ് ഗൈസ്. ഇത് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇത് അടിക്കാം നമുക്ക്. ഓക്കെ നല്ലൊരു ഗോള് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ റിഡീമിംഗ് ഗോൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പുറത്ത് കൂടെ വണ്ടി പോകുന്നുണ്ട്, വണ്ടി ഹോൺ അടിച്ചോണ്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് നല്ല സൗണ്ടാണ് ഗൈസ്. പിന്നെ ഓൾറെഡി ഉച്ചയ്ക്കൊക്കെ മഴയും അങ്ങനെയുള്ളൊരു ഇതാണ് കാലാവസ്ഥ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും നിങ്ങളുടെ അവിടെ ഇതൊക്കെയാണോ സ്ഥിതികൾ. അപ്പോൾ എന്തായാലും മച്ചാൻ ഓൾറെഡി
പെലേക്കൊക്കെ വേണ്ടി നല്ല കോയിൻ പൊട്ടിച്ചവരുണ്ട്. അപ്പം ഗൈസ് ഓൾറെഡി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ 6 ഓരോ കാർഡുകളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നല്ല 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 കാർഡുകൾ. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ കുറച്ച് കോയിനൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മച്ചാമനേടാ മെസ്സി ഗൈസ് ഇപ്പോൾ 1-1 അടിച്ചിട്ടുണ്ട്. ഇടയുടെ വല്ല ബ്ലിറ്റ്സും അടിക്കും. ഇപ്പോൾ ഗൈസ് മെസ്സിയുടെ ഒരു ഷോട്ട് തടഞ്ഞു, ഡിഫൻസ് ചെയ്തിട്ടുണ്ട് സാബി ഗൈസ്. അപ്പോൾ ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളിക്കുന്നതിന് മുമ്പ് മിക്കവാറും ഞാനിപ്പോൾ ഇടയ്ക്ക് എന്താ പറയുക, ഇടയ്ക്ക് വെച്ച് കളിക്കാത്ത സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഇത് വീക്കായി തുടങ്ങുന്നുണ്ട്. അതായത് പാട്രിക് വിയർക്ക് കൊടുത്തു ഗൈസ്. ഈ ഒരു ടൈമിലുണ്ടായിരുന്ന കാർഡുകളൊക്കെ പെഡ്രി ഓക്കെ ബെക്കംബർ എടുത്തു, അതുകൊണ്ട് നൈസായി അതാ പെഡ്രി അടിച്ചു ഗൈസ്. അപ്പോൾ രണ്ടാമത്തെ ഗോള് നമ്മുടെ പെഡ്രി അങ്ങ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ല, നല്ലൊരു ഗോള് പെഡ്രി അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നോക്കിയൊക്കെ ഡെന്നിസ് ലോ ടു സ്നൈഡർ ടു ബാക്കോട്ട് ബെല്ലിംഗം കാഫു ഗൈസ്. വണ്ടി ആരോ നല്ല ഹോൺ അടിക്കുന്നുണ്ട്. മെസ്സി ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഡേവിഡ്സ് പെഡ്രി ഗൈസ്. ഈ ഒരു കാർഡിൽ ഏറ്റവും നല്ലൊരു കാർഡായിരുന്നു നമ്മുടെ നോമിനേറ്റിംഗ് ഈ ഒരു കാർഡ്. അന്നേരം ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അല്ല എടുത്തിട്ടുണ്ട് ഇറക്കലില്ല. പക്ഷെ നമ്മുടെ അടുത്ത് വേറൊരു പെഡ്രി കാർഡ് ഉണ്ട് ഓൾറെഡി ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സ്നൈഡർ ഓക്കെ സാവി പാസ് കളിക്കാം. സ്നൈഡർ ഓക്കെ ഡെന്നിസ് ലോ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി ഓക്കെ കയറാം എടാ ഓക്കെ അവിടെ അവന്മാരപ്പത്തേനും ബ്ലോക്ക് ആക്കി കഫു ഓക്കെ എടാ അത് പോയി പെഡ്രി. എംബാപ്പെ ഗൈസ് ഓൾറെഡി എംബാപ്പെ അതാ സ്റ്റൺ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ എടാ എടുക്കാൻ ആരും ഇല്ലേ. സാബി ഡിഫൻസ് ചെയ്യാൻ പോടെ ഗൈസ്. ലോങ് ബോൾ യൂസ് ചെയ്യുന്നവർക്ക് വേറൊരു ഗുണമുണ്ട്, എന്താ വെച്ചാൽ ഇതുപോലെ കയറി വന്നോളൂ. എടാ ഓക്കെ ഇതാണ് പണി ഒപ്പിക്കുന്നത്. ഇപ്പം അവിടെ ഡിഫൻസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു സ്റ്റണ്ണിങ് ഷോട്ട് കയറിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും വെച്ചാൽ നമുക്ക് നോക്കി നോക്കാം. അവർ 2 ഗോൾ അടിച്ചു. നമ്മൾ 2 പേരും ബാർസലോണ ഗൈസ്. പെഡ്രി ടു എംബാപ്പെ ഓക്കെ കിട്ടിയിട്ടുണ്ട്. ബെക്കംബർ എടാ ഇതാണ് ഓക്കെ ഗോളി എടുത്തു ഗൈസ്. ഓൾറെഡി നമ്മുടെ ഗോളി മാനുവലൊക്കെ ഇത് അത്യാവശ്യം പിടിക്കുന്നതുകൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ പണിയാവേണ്ട ഒരു കളികളായിരുന്നു ഗൈസ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടാണ് ഗോളി ഉണ്ട് കേട്ടോ ഗൈസ്. കഫു പോട്ടെ. അപ്പം ഓൾറെഡി എംബാപ്പെ സ്റ്റണ്ണിങ് ഷോട്ടുമായിട്ട് വരുന്നുണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ ഓൾറെഡി എന്താ പറയുക സംഭവം എന്തായാലും ഗൈസ് നമ്മുടെ 2026 വരുമ്പോഴത്തേനും സ്റ്റേഡിയം കാര്യത്തിനൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ കാണുമെന്ന് കേട്ടോ. എന്തായാലും നമ്മളെല്ലാവരും വെയിറ്റിങ്ങിലാണ്, കാരണം എങ്ങനെയാണ് വരികയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ മാനുവൽ ഇതാക്കിയിട്ടുണ്ട്. മാനുവൽ ന്യൂയർ ടു ഡെനിൽസണിലേക്കാണ് ഗൈസ്. ഡെനിൽസൺ ടു ഡെനിസ് ലോ ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. റോബർട്ടോ കാർലോസ് ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഡെനിൽസൺ ഓക്കെ ഗൈസ്. അപ്പം ഇത് നമുക്ക് അടിക്കാം. ഡെനിസ് ലോ ഒരു സൈഡിലേക്ക് ഓക്കെ ഒരു ഷോട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളും അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓൾറെഡി ഓപ്പോണന്റ് ഗോളിയും മാനുവൽ ന്യൂയർ ആട്ടോ. ഇപ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ച് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ്. ഇതിപ്പോൾ ഏത് ടീമിൽ ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഗൈസ് നമ്മളൊരു ഓപ്പോണൻ്റെ 2 എത്രയൊക്കെയോ പൊട്ടിച്ചായിരുന്നു. പയ്യൻസ് പോയി. അപ്പോൾ റൊണാൾഡോ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കാണാൻ പോകുന്ന റൊണാൾഡോൻ്റെ ഒരു കളിയും കൂടി ഉണ്ടാവും. സ്റ്റോയിച്ച്കോവിച്ച് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഡെന്നിസ് ലോ എടുക്കുക ഓക്കെ കിട്ടിയിട്ടുണ്ട്. വിലാറ്റോ ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് വീണ്ടും കോസ്റ്റാട്ട ടു സാബി എടാ ത്രൂ പാസ് മതി, അതാണ് ത്രൂ പാസിൻ്റെ കാര്യം. ബെല്ലിംഗം മെസ്സി ഓക്കെ മിലാറ്റോ ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മെസ്സി ടു കഫു ടു ഗ്രീസ്മൻ ഗൈസ്. ഡെന്നിസ് ലോ ഓക്കെ ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. പോയി ഗൈസ്. 83-ാം മിനിറ്റിൽ അടിച്ച നല്ലൊരു ചാൻസുകൾ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. റാഫിൻഹ ഗൈസ് ഓൾറെഡി ഡബിൾ ബൂസ്റ്റർ റാഫിനെയാണ് ഈ ഓപ്പോണൻ്റെ കയ്യിലിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മൻ ടു നമ്മുടെ മെസ്സി ഓക്കെ ഇത് നമുക്കൊരു ബ്ലിറ്റ്സ് അടിക്കണം. മെസ്സി അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഗോളോസ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 87-ാം മിനിറ്റിൽ നമ്മുടെ ബ്ലിറ്റ്സ് വെച്ചിട്ട് നമ്മളൊരു അടി അടിച്ചിട്ടുണ്ട്. സാധാരണ സിമ്പിൾ പോലത്തൊരു ബ്ലിറ്റ്സ് ആണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ആ കോർണറിൽ നിന്നൊക്കെ അടിക്കാൻ നോക്കണം കേട്ടോ. നമ്മളങ്ങനെ അടിപ്പിക്കാറില്ല മെസ്സിന്ന് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇനി അടിക്കണം. സ്റ്റണ്ണിങ് ഷോട്ടാണ് നമ്മൾ മിക്കപ്പോഴും അടിക്കുമ്പോൾ. ഇപ്പോൾ ഓൾറെഡി ബട്ടൺ ഓപ്പോസിറ്റ് കാരണം അതും പണിയായിട്ടുണ്ട്. മച്ചാമനടാ ഓക്കെ ബെക്കംബർ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മിസ്പാസ് ആവുന്നത് പണിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. സ്റ്റോയിച്ച്കോവിച്ച് ഈ ചെങ്ങന്മാർ പണിയാക്കുമോ ഗൈസ്. ആരും എടുക്കാനൊന്നുമില്ല. പാട്രിക് വിയറിട്ട് റൊണാൾഡോ മിസ്പാസ് വന്നു അടിച്ചു ഗൈസ്. അപ്പം നമ്മൾ അടിച്ചതിന് അവന്മാർ തിരിച്ചടിച്ചിട്ടുണ്ട്. റൊണാൾഡോനെ വെച്ച് അവന്മാർ അടിച്ചു. അപ്പോൾ എന്തായാലും ഈ ഒരു റൊണാൾഡോൻ്റെ കാർഡ് നല്ല കാർഡാട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇതൊരു വെറൈറ്റി മാച്ച് ആയിപ്പോയി. എന്തായാലും ഇനി ആകെ നമുക്ക് 1 മിനിറ്റ് എങ്ങാണ്ടോ ടൈമുള്ളൂ. 92 എത്തി. അപ്പോൾ എന്തായാലും ഇനി നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്. അപ്പം ഒരു ഗോളാണ് നമ്മുടെ ചാൻസ്. നമുക്കൊരു പണി ഒപ്പിക്കാം. നമുക്ക് ഏറ്റവും മേളിലേക്ക് അടിച്ചു വിടാം. ടോണി ആഡംസ് ടു അത് ഇങ്ങനത്തെ ടൈപ്പിൽ ചിലപ്പോൾ ഗോൾ കയറാൻ ചാൻസ് ഉണ്ട്. അടിച്ചു വിട്ടു. കാരണം എന്താ അറിയോ, നമ്മുടെ ചില റണ്ണിങ് എടുത്ത് പ്ലേയേഴ്സ് ഓടും. ആ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലെ ഗോളുകൾ
അടിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ മച്ചാമാരെ അപ്പോൾ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ മാച്ചിൽ 2 പേരും ജയിച്ചില്ല, 3-3. ഇതെന്തായാലും ഒരു അടിപൊളി മാച്ചായിരുന്നു. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ ലാംബാർഡ് എന്താ പറയുക അത്യാവശ്യം നന്നായി തന്നെ കളിച്ചിട്ടുണ്ട്. ലാംബാർഡിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ എന്താ പറയുക നമ്മുടെ റൊണാൾഡീനിയും പിന്നെ 5 ബിഗ് ടൈം ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് ആരാ നോക്കാം, പെഡ്രിയാണ് കേട്ടോ. പെഡ്രി, എംബാപ്പെ, മെസ്സി, ഹാരി കെയ്ൻ, റൊണാൾഡോ ആണ്. റൊണാൾഡോ എന്തായാലും വന്ന ആ ഒരു ടൈമിൽ അടിച്ചു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ലൈവിലായിട്ട് നമ്മുടെ ഫസ്റ്റ് ചാനലിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.